Welcome back to our channel. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും അതിന്റെ ആൻസേഴ്സ് എന്താണെന്നും നോക്കാം. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ രണ്ട് മീഡിയക്കാർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ കാണാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. എ ഫ്രൂട്ട് ഷോപ്പ് ഹാസ് 16 basket of oranges. Each basket has 6 oranges. How many oranges are there in total? അപ്പോൾ ഒരു പഴക്കടയിൽ 16 ഓറഞ്ച് കുട്ടകളുണ്ട്. ഓരോ കുട്ടയിലും 6 ഓറഞ്ചുകൾ വീതമുണ്ട്. ആകെ എത്ര ഓറഞ്ചുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ഓറഞ്ച് കുട്ടകളാണുള്ളത്? ഓറഞ്ച് കുട്ടകളുടെ എണ്ണം എന്ന് എഴുതുക, എന്നിട്ട് 16 എന്ന് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കുട്ടയിലും 6 ഓറഞ്ചുകളുമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 16നെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഈസി മെത്തേഡ് ഉണ്ട് അല്ലേ. എന്താണത്? ആദ്യം നമുക്ക് 10 വെച്ചുകൊണ്ട് ഗുണിക്കാം. 10 × 6 ഗുണിച്ചു നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള 6ഉം കൂടി അല്ലേ, 6 × 6ഉം കൂടെ ഗുണിച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ 10 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് അല്ലേ. 60 ആണ്. 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 60ഉം 36ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. 60 + 36 ചെയ്ത് നോക്കുക. അപ്പം എത്ര കിട്ടും? 6ഉം 3ഉം 9. എത്രയായി? 96 എന്നുള്ളത് ആൻസർ കിട്ടി. അപ്പോൾ ആകെ 96 ഓറഞ്ചസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 96 ഓറഞ്ചസ് അല്ലെങ്കിൽ 96 ഓറഞ്ചുകൾ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The school is ordering lunch for a trip. എന്താണ്? ഒരു യാത്രക്കായിട്ട് സ്കൂൾ ഉച്ചഭക്ഷണം ഓർഡർ ചെയ്തു. There are 30 students going. അപ്പോൾ അതിൽ 30 കുട്ടികളാണ് ആ യാത്രക്ക് വേണ്ടി പോകുന്നത്. Each students get 2 snacks. അപ്പോൾ ഓരോ കുട്ടികൾക്കും 2 സ്നാക്സ് ആണ് കിട്ടുന്നത്. The school ordered 75 snacks in total. അപ്പോൾ ടോട്ടൽ 75 സ്നാക്സ് ആണ് സ്കൂൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. The extra snacks are for the teachers. ഇനി അതിൽ എക്സ്ട്രാ ഉള്ളത് ആർക്കാണ്? ടീച്ചേഴ്സിനുള്ളതാണ്. So how many extra snacks did the teachers get? അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സിന് എത്ര എക്സ്ട്രാ സ്നാക്സ് കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതണം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എത്രയാണ് കുട്ടികളുടെ എണ്ണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 30 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് ഇതിന് മലയാളത്തിൽ എങ്ങനെ എഴുതുക? ആകെ കുട്ടികളുടെ എണ്ണം. ഓക്കെ, കുട്ടികളുടെ എണ്ണം. ഇനി അടുത്തത് നമ്പർ ഓഫ് സ്നാക്സ്. എത്രയാണ്? 75 ആണ് അല്ലേ. മലയാളത്തിൽ നമ്മൾ എഴുതി കൊടുക്കുക സ്നാക്കുകളുടെ എണ്ണം. ഓക്കെ, ഇനി അപ്പോൾ നമുക്കിത് രണ്ടും കിട്ടി അല്ലേ. ഇനി ആകെ കുട്ടികൾക്ക് എത്ര സ്നാക്സ് വേണം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സ്നാക്സും കിട്ടി, ടോട്ടൽ കുട്ടികളുടെ എണ്ണവും നമുക്ക് കിട്ടി. ഇനി ഒരു കുട്ടിക്ക് എത്ര സ്നാക്സ് ആണ്? നമ്പർ ഓഫ് സ്നാക്സ് ഈച്ച് സ്റ്റുഡൻസ് എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ മലയാളത്തിലൂടെ എഴുതുക. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ എഴുതുക. എന്താ എഴുതണം? ഓരോ കുട്ടിക്കും കിട്ടുന്ന സ്നാക്കുകളുടെ എണ്ണം 2 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ കുട്ടികൾക്കുള്ള സ്നാക്സ് എത്രയാണെന്ന് കാണണം അല്ലേ. ടോട്ടൽ സ്നാക്സ് ഫോർ സ്റ്റുഡൻസ് എത്രയാണ്? 30 കുട്ടികളാണ്. 30നെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 30 × 2 നമ്മൾ എങ്ങനെ കാണുക? 3 × 2 എത്രയാണ്? 6. അതിൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 60. അപ്പോൾ 60 സ്നാക്സ് ആണ് ആകെ വേണ്ടത്. ഇനി ബാലൻസ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ. ബാലൻസ് എത്രയാണ്? ടോട്ടൽ 70 എണ്ണാണുള്ളത്. അതിൽ നിന്നും 60 എണ്ണം മൈനസ് ചെയ്യുക. ബാക്കി 70 അല്ല 75 ആണല്ലേ. 75ൽ നിന്നും 60 മൈനസ് ചെയ്യുക. 75 കുറക്കണം 60 എത്രയാണ്? 5ൽ നിന്നും 0 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ക്യാരി ഫോർ ചെയ്യുക. ഇവിടെ 6 ആവും, ഇവിടെ 15 ആവും അല്ലേ. 15ൽ നിന്നും 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ
ക്യാരി ഫോർ ചെയ്യണ്ടല്ലേ. ഒന്നുകൂടെ പറയാം. 75 - 60 ഇവിടെ 0 അപ്പോൾ 5 താഴെ ഇട്ട് കൊടുക്കുക. 7 നിന്നും 6 മൈനസ് ചെയ്താൽ 1 എത്രയാണ് 15. അപ്പോൾ ബാലൻസ് 15 എണ്ണമാണ് ഇനി ടീച്ചേഴ്സിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ അധ്യാപകർക്ക് എത്ര സ്നാക്കുകൾ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 എണ്ണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. Amal bought some chicks for his poultry farm. If one chick cost 60 rupees, how much did Amal spend to buy 125 chicks? അപ്പോൾ അമൽ തൻ്റെ കോഴി വളർത്തൽ ഫാമിനായിട്ട് ചില കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. ഒരു കുഞ്ഞിൻ്റെ വില, കുഞ്ഞു കോഴിയുടെ വില 60 രൂപയാണെങ്കിൽ 125 കുഞ്ഞു കോഴികൾ വാങ്ങാൻ അമൽ എത്ര രൂപ ചെലവഴിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മളിവിടെ ഗുണിച്ചു നോക്കണം അല്ലേ. ഒരു കോഴിക്കുഞ്ഞിൻ്റെ വില എത്രയാണ്? ഇവിടെ എഴുതി കൊടുക്കുക. ഒരു കോഴിക്കുഞ്ഞിൻ്റെ വില 60 രൂപ അല്ലേ. ഇനി എത്ര കോഴിക്കുഞ്ഞാണ് വേണ്ടത്? ആകെ കോഴിക്കുഞ്ഞുങ്ങൾ 125 അല്ലേ. 125 കോഴിക്കുഞ്ഞുങ്ങളാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആകെ പൈസ അല്ലെങ്കിൽ ആകെ വില എത്രയാണ്? 60നെ 125 കൊണ്ട് നമ്മൾ ഗുണിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം അല്ലേ. 125 × 60, 0 കൊണ്ട് ഏതൊരു സംഖ്യ ഹരിച്ചാലും നമുക്ക് കിട്ടുന്നത് 0 തന്നെയാണ്. 6 × 5 എത്രയാണ്? 30 അല്ലേ. 0 ബാക്കി 3 ക്യാരി ഫോർ ചെയ്യുക. 6 × 2 12, 12ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 15, ബാക്കി 1. 6 × 1 6, 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 7. അപ്പോൾ എത്രയാണ് ഉത്തരം? 0 5 7. 7500 രൂപയാണ് ആകെ ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത്. ഓക്കെ, 7500 കേട്ടോ. 7500 രൂപ. ക്ലിയർ അല്ലേ? കൂട്ടുകാർ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഷിമാസ് ഫാദർ ബോട്ട് ഹെർ സൈക്കിൾ ഓൺ ഹെർ ബർത്ത്ഡേ. അപ്പോൾ ഷിമയുടെ ഫാദർ അവൾക്ക് ബർത്ത്ഡേയുടെ ദിവസം ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഇറ്റ്സ് പ്രൈസ് വാസ് 5455. അപ്പോൾ 5455 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ്. ദ സൈക്കിൾ വാസ് സോൾഡ് ആഫ്റ്റർ 2 years. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സൈക്കിൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് സോൾഡ് ഫോർ 3100 ലെസ് ദാൻ ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അതിന് ആക്ച്വലി ഉള്ള പ്രൈസിനേക്കാളും 3100 രൂപ കുറച്ചിട്ടായിരുന്നു അത് വിറ്റിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഷിമയുടെ അച്ഛൻ അവളുടെ പിറന്നാളിന് അനുബന്ധിച്ച് ഒരു സൈക്കിൾ വാങ്ങി. അതിൻ്റെ വില 5455 രൂപയായിരുന്നു. 2 വർഷത്തിന് ശേഷം സൈക്കിൾ വിറ്റു. ആ വിലയിൽ നിന്നും 3100 കുറവിനാണ് അത് വിറ്റത്. സോ ചോദ്യം, ഹൗ മച്ച് ഡിഡ് ഷിമ ഗെറ്റ് വെൻ ഷീ സോൾഡ് ഹെർ സൈക്കിൾ? ഷിമ അവളുടെ സൈക്കിൾ വിറ്റപ്പോൾ എത്ര രൂപ ലഭിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 5455 രൂപയായിരുന്നു അല്ലേ. അതിൽ നിന്നും 3100 രൂപ കുറച്ചിട്ടാണ് വിറ്റത്. അപ്പോൾ എത്രയാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5455 നിന്നും എന്ത് കുറക്കണം? 3100 കുറക്കണം. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 5 നിന്നും 0 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 5 തന്നെയാണ്. ഇവിടെയും 5 വരും. 4 നിന്നും 1 പോയി കഴിഞ്ഞാൽ 3, 5 നിന്നും 3 പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2355 രൂപയാണ്. ഓക്കെ, 2355 രൂപക്കാണ് ശരിക്കും വിറ്റിട്ടുള്ളത്. ബാക്കി പൈസ എന്ന് പറയുന്നത് നഷ്ടമായിരുന്നു. ഇനി അടുത്തത്, ഷിമ വാണ്ടഡ് ടു ബൈ എ ന്യൂ സൈക്കിൾ. ഹെർ ഫാദർ ഗേവ് 4350 മോർ. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ? അപ്പോൾ ഇപ്പോൾ ഷിമയ്ക്ക് ഒരു പുതിയ സൈക്കിൾ വാങ്ങണം. അവളുടെ പഴയ സൈക്കിൾ വിറ്റല്ല. അപ്പോൾ പുതിയൊരു സൈക്കിൾ വാങ്ങണം. അതിനായി അവളുടെ അച്ഛന് 4350 രൂപ കൂടെ നൽകി. അപ്പോൾ അവളുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? അപ്പോൾ സൈക്കിൾ വിറ്റിട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 2355 രൂപയായിരുന്നു അല്ലേ. ഇപ്പോൾ അച്ഛൻ കൊടുത്തിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 4350 രൂപയാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ ഇപ്പോൾ അവളുടെ കയ്യിൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രയാണ്? 5, 5 5 10, ബാക്കി 1, 3 3 6, 1 7, 2 4, 6 6,
ഓക്കെ, അപ്പോൾ എത്രയാണ്? 6705 രൂപയാണ് ഇപ്പോൾ ആരുടെ കയ്യിലുള്ളത്? ഷിമയുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, 6705. ഇനി ഇതിലൊരു ചോദ്യം കൂടെയുണ്ട്. ദ സൈക്കിൾ കോസ്റ്റ് 7340. ഹൗ മച്ച് മോർ ഡസ് റിക്വയർ ടു ബൈ എ ന്യൂ സൈക്കിൾ? അപ്പോൾ ഇപ്പോൾ അവളുടെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എത്രയാണുള്ളത്? 6705 രൂപയാണ് കേട്ടോ. സോ പുതിയ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 7340 സോ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര രൂപ കൂടെ അവൾക്ക് വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് 7340 അതിൽ നിന്നും 6705 നമ്മൾ കുറച്ച് നോക്കുക. അപ്പോൾ 0-ൽ നിന്നും 5 കുറക്കാൻ പറ്റില്ല, ക്യാരി ഫോർ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 ആവും, ഇവിടെ 3 ആവും. 10-ൽ നിന്നും 5 കുറച്ച് 5, 3-ൽ നിന്നും 0 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 3 തന്നെ കിട്ടും അല്ലേ. ഇനി ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. 3-ൽ നിന്നും കുറക്കാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാരി ഫോർ ചെയ്യും. ഇവിടെ 6 ആവും, ഇവിടെ 13 ആവും. 13-ൽ നിന്നും 7 കുറച്ച് 6, ഇവിടെ 0 തന്നെയാണ്, രണ്ടും 6 ആണ് അല്ലേ. അപ്പോൾ ഇനി അവൾക്ക് എത്ര രൂപ വേണം എന്ന് ചോദിച്ചാൽ എത്രയാണ് വേണ്ടത്? 635 രൂപയാണ് ഇനി അവൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, 635 രൂപ. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ ഷോപ്പ് കീപ്പർ ഹാഡ് 15 ബോക്സസ് ഓഫ് ബിസ്ക്കറ്റ്. ഒരു കടവ്യാപാരിയുടെ കയ്യിൽ 15 ബോക്സ് ബിസ്ക്കറ്റുകൾ ഉണ്ട്. ഈച്ച് ബോക്സ് ഹാഡ് 24 ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഓരോ ബോക്സിലും 24 ബിസ്ക്കറ്റുകളാണുള്ളത്. ഈ സോൾഡ് 168 ബിസ്ക്കറ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് സോൾഡ് 96 ബിസ്ക്കറ്റ് ഇൻ ദ ഈവനിങ്. അപ്പോൾ 168 ബിസ്ക്കറ്റ് അവർ രാവിലെയും വിറ്റു, 96 ബിസ്ക്കറ്റ് വൈകുന്നേരവും വിറ്റു. ലേറ്റർ ഹി റിസീവ്ഡ് 54 മോർ ബിസ്ക്കറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 54 ബിസ്ക്കറ്റും കൂടെ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഹൗ മെനി ബിസ്ക്കറ്റ് ഡസ് ഹി ഹാവ് നൗ? അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം എത്ര ബിസ്ക്കറ്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഒരു കടവ്യാപാരി 15 ബോക്സ് ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ ബിസ്ക്കറ്റിലും 24, ഓരോ ബോക്സിലും 24 ബിസ്ക്കറ്റുകളുണ്ട്. കടവ്യാപാരി രാവിലെ 168 ബിസ്ക്കറ്റുകൾ വിൽക്കുകയും വൈകിട്ട് 54 ബിസ്ക്കറ്റുകൾ കൂടി ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് എത്ര ബിസ്ക്കറ്റുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് 96 വിറ്റു, രാവിലെ 168 വിറ്റു അല്ലേ. അപ്പോൾ ടോട്ടൽ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ടോട്ടൽ ബിസ്ക്കറ്റ് എത്രയായിരുന്നു? 15 പാക്കറ്റാണ്. ഓരോന്നിലും 24 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15 × 24 ചെയ്തു നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കാം? 4 × 5 എത്രയാണ്? 20, ബാക്കി 2. ദെൻ 4 × 1 4, 4 2 6. ഇനി 2 × 5 10, ബാക്കി 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 2 × 1 2, ഒന്നും കൂടെ ഇറക്കി എഴുതുക 3. ഓക്കെ, അപ്പോൾ എത്രയായി? 360 ബിസ്ക്കറ്റ് ആണുള്ളത് അല്ലേ. 360 ബിസ്ക്കറ്റ് ആണ് ആകെ ഉണ്ടായിരുന്നത്. ഇനി ബാലൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ബാലൻസ് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിറ്റ ബിസ്ക്കറ്റുകൾ എത്ര നോക്കണം അല്ലേ. അപ്പോൾ സോൾഡ് ബിസ്ക്കറ്റ് 168 എണ്ണം രാവിലെയും വിറ്റു, 96 എണ്ണം വൈകിട്ടും വിറ്റു അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ആദ്യം കൂട്ടി നോക്കണം. 168 + 96. അപ്പോൾ 8 × 6 14, ബാക്കി 1. 9 × 6 15, 15 × 1 16, ബാക്കി 1. പിന്നെ ഇവിടെ എന്താണ്? 1 ഉള്ളൂ അല്ലേ. അപ്പോൾ 1 1 2, 264. അപ്പോൾ 264 ബിസ്ക്കറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ വിറ്റിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബാലൻസ് എത്ര ഉണ്ട് എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ബാലൻസ് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബാലൻസ് നോക്കാൻ 264 വിറ്റപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 360 ആണ്. അതിൽ നിന്നും 264 നമ്മൾ കുറക്കണം. അപ്പോൾ 360 കുറക്കണം 264 ചെയ്തു നോക്കണം. 0-ൽ നിന്ന് കുറക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഇവിടെ 5 ആവും. 10, 10-ൽ നിന്നും 4 കുറച്ചാൽ ബാക്കി 6. 5-ൽ നിന്നും 6 കുറക്കാൻ പറ്റില്ല, അപ്പോൾ ഇവിടുന്ന് ക്യാരി ഫോർ ചെയ്യുക. ഇവിടെ 2 ആവും, ഇവിടെ 15 ആവും അല്ലേ. 15-ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 2 2 ആണ്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട, 96. അപ്പോൾ ബാലൻസ് 96 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. സോ പിന്നെ എത്ര എണ്ണം കൂടി കിട്ടി? 54 എണ്ണം കൂടി കിട്ടി അല്ലേ. സോ കറൻറ്റ് ബാലൻസ് വീണ്ടും നമ്മൾ നോക്കണം. കറൻറ്റ് ബാലൻസ്
96 എണ്ണം ബാലൻസ് ആയി രാവിലെയും വൈകിട്ടും അത് വിറ്റപ്പോൾ പിന്നെ ഒരു 54 എണ്ണം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? 96ൻ്റെ കൂടെ നമ്മൾ 54 കൂടെ കൂട്ടി നോക്കണം. 6 4 10, ബാക്കി 1 1 9 1 10 10 5 15. അപ്പോൾ എത്രയായി? 150 ബിസ്ക്കറ്റ് ആണ് അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടാനും കുറക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഗുണിക്കാനും ഒക്കെ കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ കൂടെ സമയത്തിൻ്റെ പാഠഭാഗവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാത്തത്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്